ഹായ് ഓൾ. കഴിഞ്ഞ ദിവസം മുതൽ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്ന കടുവ കുടുംബത്തിൻ്റെ ഒരു വീഡിയോ ദൃശ്യമാണിത്. വയനാടുമായി അതിർത്തി പങ്കിടുന്ന കർണാടകയിലെ ചാമരാജനഗർ ജില്ലയിലെ മടുവിനഹള്ളി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് അതിലൂടെ സഞ്ചരിക്കുന്ന വാഹനയാത്രികരാണ് ഈ ദൃശ്യം പകർത്തിയത്. ഞാൻ മുൻപൊരു വീഡിയോയിലും സൂചിപ്പിച്ചിരുന്നു, വയനാടുമായിട്ട് അതിർത്തി പങ്കിടുന്ന 2 കടുവാ സങ്കേതങ്ങളുണ്ട് കർണാടകയിൽ. അതൊന്ന് ബന്ദിപ്പൂർ, ഒന്ന് നാഗർഹോള. ഈ 2 കടുവാ സങ്കേതങ്ങളിലും കടുവകൾ ക്രമാതീതമായിട്ട് വർദ്ധിച്ചിട്ട് ഈ ടെറിട്ടറിയിൽ നിന്നും പുറന്തള്ളപ്പെടുന്ന കടുവകളാണ് നമ്മുടെ അതിർത്തി ഗ്രാമങ്ങളിൽ, അതായത് വയനാട് അടക്കമുള്ള ഗ്രാമങ്ങളിൽ വന്ന് ജനജീവിതത്തെ സ്വൈര്യം കെടുത്തുന്നത്. ഈ പുറത്തു വരുന്ന ദൃശ്യങ്ങളെല്ലാം വ്യക്തമാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, വരും കാലങ്ങളിൽ നമ്മുടെ ഈ വയനാട് പോലെയുള്ള ജില്ലകളിൽ വളരെ വലിയ വന്യമൃഗശല്യത്തിന് നമ്മൾ സാക്ഷ്യം വഹിക്കേണ്ടി വരും എന്നുള്ളത് തന്നെയാണ്. ഇതിനൊരു പരിഹാരം ഉണ്ടാവണമെങ്കിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അടിയന്തരമായി തന്നെ ഇടപെട്ടുകൊണ്ട് ഈ കടുവാ സങ്കേതങ്ങൾക്ക് ചുറ്റും വിദേശ മാതൃകയിൽ, വിദേശത്ത് ഇത്തരം വന്യജീവി സങ്കേതങ്ങളിൽ നിന്നും മൃഗങ്ങൾ പുറത്തു വരാതിരിക്കാൻ വേണ്ടിയിട്ട് വലിയ കമ്പിവേലിക്കെട്ടുകൾ സ്ഥാപിച്ചുകൊണ്ടാണ് അവരങ്ങനെ സംരക്ഷിക്കുന്നത്. ഈ രീതിയിൽ നമ്മുടെ നാട്ടിലും കടുവാ സങ്കേതങ്ങളെ നാട്ടിൽ നിന്ന് വേർതിരിച്ച് വന്യമൃഗങ്ങൾ അങ്ങോട്ട് കടക്കാതിരിക്കാനുള്ള അടിയന്തരമായിട്ടുള്ള എന്തെങ്കിലും ഒരു പദ്ധതി ആവിഷ്കരിച്ചില്ലെങ്കിൽ നമ്മൾ വലിയ വില കൊടുക്കേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ ദൃശ്യങ്ങളൊക്കെ നമ്മളെ ഭയപ്പെടുത്തുന്നതാണ്. കാരണം വരും കാലങ്ങളിൽ നമ്മുടെ നാട്ടിൽ എന്താ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതിൻ്റെ കൃത്യമായിട്ടുള്ള സന്ദേശമാണ് ഈ വീഡിയോകൾ. അതുകൊണ്ട് ഇതിനായി നമ്മുടെ ജനപ്രതിനിധികളുടെ കൃത്യമായ ഇടപെടലുകൾ ഉണ്ടാവണം എന്നുള്ളതാണ് അഭ്യർത്ഥിക്കാനുള്ളത്.